ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ വേർഡ്പ്രസ്സിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്ന് നമുക്ക് ഒരു വെബ്സൈറ്റിൽ എങ്ങനെ ഒരു ബാനർ സ്ലൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പ്ലഗ് ഇൻ ഇൻ്റഗ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്കിവിടെ പ്ലഗിൻസിൽ പോവാം, ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന പ്ലഗിൻ സ്മാർട്ട് സ്ലൈഡർ എന്ന ബാനർ സ്ലൈഡ് പ്ലഗിൻ ആണ്. ഓക്കെ, ഞാനിവിടെ സ്മാർട്ട് സ്ലൈഡർ എന്നടിച്ചു. സ്മാർട്ട് സ്ലൈഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മാർട്ട് സ്ലൈഡർ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇൻസ്റ്റാൾ നൗ കൊടുക്കാം. നമുക്ക് നമ്മുടെ പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്ലഗിൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടിപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്മാർട്ട് സ്ലൈഡർ നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്കൊരു സ്മാർട്ട് സ്ലൈഡർ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്മാർട്ട് സ്ലൈഡറിൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു വെൽക്കം വിൻഡോ നമുക്കിവിടെ വരും. ഇവിടെ നമുക്ക് ഗോ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റും വരും. അതുപോലെ പിന്നെ സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് എന്നും വരും. ഇവിടെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡീഫോൾട്ടായിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ ടെംപ്ലേറ്റ്സുകളുണ്ട്. ബാനർ സ്ലൈഡിൻ്റെ ടെംപ്ലേറ്റ്സുകളുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ആ സ്ലൈഡ് ഇവിടെ ഇമ്പോർട്ടായി ഇവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, കണ്ട ഇവിടെ ഫസ്റ്റ് സ്ലൈഡർ, സെക്കൻഡ് സ്ലൈഡർ, ഫോർത്ത് സ്ലൈഡർ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ സ്ലൈഡറിൻ്റെ നമുക്ക് പൊസിഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് നമുക്ക് സ്ലൈഡറിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ടു ത്രാഷ് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ മൂവ് ടു ത്രാഷ് കൊടുക്കാം. മൂവ് ടു ത്രാഷ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് സ്ലൈഡേഴ്സ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഞാനിവിടെ ന്യൂ പ്രൊജക്റ്റ് എടുത്തു. ഞാൻ ഫ്രം സ്ക്രാച്ച് ഞാനൊരു പുതിയൊരു ബാനർ സ്ലൈഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു. ഓക്കെ, ഞാനിവിടെ പ്രൊജക്റ്റിൻ്റെ ടൈപ്പ് സ്ലൈഡറാണ്. എനിക്കിവിടെ എൻ്റെ പ്രൊജക്റ്റ് നെയിം ഞാൻ കൊടുത്തു. ഞാനിവിടെ രാജ് എന്ന് കൊടുത്തു. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ ടൈപ്പ് നമുക്ക് സ്ലൈഡറാണ്. സ്ലൈഡർ ടൈപ്പ് സിമ്പിളാണ്. അതുപോലെ തന്നെ ഇവിടെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ നമ്മുടെ ബാനർ സ്ലൈഡ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ വിഡ്ത്ത് 1920 × 860 പിക്സലാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം, നമ്മുടെ ബാനർ സ്ലൈഡിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ 860 കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് 1920 എൻ്റെ ബാനറിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ തന്നെ ലേഔട്ട് എനിക്കിത് ഫുൾ വിഡ്ത്താണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഫുൾ വിഡ്ത്ത് സെലക്ട് ചെയ്തു. ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ഒരു സ്ലൈഡറിൻ്റെ ആ വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈഡ്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് ആഡ് സ്ലൈഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇമേജ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് സ്ലൈഡർ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഞാനൊരു ഫസ്റ്റ് സ്ലൈഡർ ഇവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഓൾട്ട് ടെക്സ്റ്റ് കൊടുത്ത് ഇമേജ് കൊടുത്തു. അല്ലെങ്കിൽ ഞാനിവിടെ ബാനർ 1 കൊടുത്തു. ബാനർ 1 എന്ന് കൊടുത്തു. ജസ്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് സ്ലൈഡ് കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോകണം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ഫയൽസ്, സെലക്ട് ഫയൽസ്, ബാനർ 2 സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കാം. ബാനർ 2 എന്ന് കൊടുക്കാം. ബാനർ 2 ജസ്റ്റ് സെലക്ട് ചെയ്യുക.
ഓക്കെ, അഗെയിൻ നമുക്ക് മൂന്നാമത്തെ ഒരു ബാനർ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യാം, അപ്ലോഡ് ഫയൽസിൽ പോവുക, സെലക്ട് ഫയൽസ്, ബാനർ 3 സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓൾട്ട് ടെക്സ്റ്റും കൊടുക്കുക, ബാനർ 3 ജസ്റ്റ് സെലക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മൾ പുതിയ 3 സ്ലൈഡേഴ്സ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് ഇങ്ങോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിവിടെ നമ്മുടെ ബാനർ സ്ലൈഡിൻ്റെ പൊസിഷൻ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബാനറിൻ്റെ സ്ലൈഡ്സിൻ്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 സ്ലൈഡറുകൾ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം, നമുക്കൊരു ജനറൽ സെറ്റിങ്സിൽ നോക്കാം. ഇവിടെ ഷോർട്ട് കോഡ് ഉണ്ട്, സ്മാർട്ട് സ്ലൈഡറിൻ്റെ ഷോർട്ട് കോഡ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ സ്മാർട്ട് സ്ലൈഡർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഷോർട്ട് കോഡ് ഞാൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് വേണം, എന്നിട്ട് ഞാനിവിടെ പേജസ്, ഓൾ പേജസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പേജ്. ഞാനിവിടെ എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുത്തു. ഓക്കെ, ഞാൻ എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുത്തു. എനിക്ക് ഈ ഒരു സെക്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെക്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ആഡ് ന്യൂ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ന്യൂ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഇവിടെ ഒരു സിംഗിൾ സെക്ഷൻ മതി. ഞാനൊരു സിംഗിൾ സെക്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് വിഡ്ഗെറ്റിൽ പോവാം. ഇവിടെ ജസ്റ്റ് ഞാൻ ഷോർട്ട് കോഡ് അടിച്ചു. ജസ്റ്റ് ഷോർട്ട് കോഡ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഷോർട്ട് കോഡ്, ഇവിടെ നിന്ന് കോപ്പി ചെയ്ത ഷോർട്ട് കോഡ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. Ctrl V പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അഗൈൻ എന്ത് വേണം, ഞാൻ ഈ ഒരു സെക്ഷൻ എനിക്ക് ഇവിടെ റിമൂവ് ചെയ്ത് കളയാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെക്ഷൻ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സൈറ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. കണ്ടില്ലേ, ഇത് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ തേർഡ് സ്ലൈഡ്. അപ്പം നമ്മൾ 3 സ്ലൈഡും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് നോക്കാം. സോ വീണ്ടും നമ്മുടെ സൈസ്, ഇവിടെ നമ്മൾ ജനറൽ സെറ്റിങ്സിലോട്ട് പോയി. ഇനി നമുക്കിവിടെ സൈസ്, ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1020, അതുപോലെ തന്നെ 860 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കൺട്രോൾസിൽ നമ്മുടെ ആരോസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ആരോസ് വേണമെങ്കിലൊക്കെ നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ഏത് ആരോ വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് കൊടുത്താൽ മതി. ഓക്കെ, സേവ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലോഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇവിടെ സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് ഇവിടെ സപ്പോസ് ഞാൻ ഈ ആരോ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നോർമൽ സ്റ്റേറ്റ് ഇത് നോർമൽ സ്റ്റേറ്റ് ഉണ്ട്, ആക്റ്റീവ് ഹോവർ സ്റ്റേറ്റിൻ്റെ കളർ ഇതാണ്. നമുക്കിവിടെ ഹോവർ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാം. എനിക്കൊരു ഈ ഒരു ബ്ലൂ കളർ മതി, ഞാനൊരു റെഡ് കളർ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്ലൈ ചെയ്ത് കൊടുക്കാം, സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഹോവറിൽ നമുക്ക് റെഡ് കളർ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് കാറ്റഗറി ആനിമേഷൻസ് ആണ്. എന്താണ് ആനിമേഷൻസ് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ മെയിൻ ആനിമേഷൻ ജസ്റ്റ് ഹൊറിസോണ്ടൽ ആനിമേഷനാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ സ്ലൈഡ് ഹൊറിസോണ്ടൽ ആനിമേഷനാണ്. ഇനി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനുള്ള. ഞാനിവിടെ ഒരു ക്രോസ് ഫെയ്ഡ് സെലക്ട് ചെയ്തു, സേവ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഇവിടെ റിഫ്രഷ് ചെയ്യുക സൈറ്റ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ ക്രോസ് ഫെയ്ഡ് ആയിട്ടുള്ള ആനിമേഷൻസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ. അതുപോലെ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇവിടെ ഓട്ടോ പ്ലേ ഉണ്ട്. ഓക്കെ, ഓട്ടോ പ്ലേ ഇവിടെ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ലൈഡ് ഡ്യൂറേഷൻ നമുക്ക് 8000 മൈക്രോ സെക്കൻഡാണ്. നമുക്കിവിടെ ജസ്റ്റ് ഞാൻ 1000 ഇട്ട് കൊടുത്തു. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സേവ് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്ലൈഡ് നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ,
സോ അത് നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 800 തന്നെ ഒരു 8000 തന്നെ മൈക്രോ സെക്കൻഡ് ഞാൻ കൊടുത്തു. ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ 8000 മൈക്രോ സെക്കൻഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ റിഫ്രഷ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്ലൈഡ് എഡിറ്റിംഗ് ആണ്. നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് എന്ന ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഈ എഡിറ്റ് ഓപ്ഷനിൽ നമുക്കിവിടെ ഇതിൻ്റെ ഒരു ഓവറിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് കളർ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്ലാക്ക് കളർ ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഞാനൊരു 75% ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ സേവ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിന് നമ്മളൊരു ഓവർലേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ വരാം. ഇനി നമുക്കിവിടെ ജസ്റ്റ് കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് കണ്ട് സ്റ്റൈലുണ്ട്, 2 ടാബുകളുണ്ട്, കണ്ടൻറ്റ് ടാബുണ്ട്, അതുപോലെ തന്നെ സ്റ്റൈൽ ടാബുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ബാനറിലേക്ക് ഒരു ഹെഡറും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഒരു ഹെഡർ ടാബ് എടുത്തു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഹെഡർ നമുക്കിവിടെ കൊടുക്കാം. വി ആർ ഡിജിറ്റൽ ക്രിയേറ്റീവ് ഏജൻസി. Ctrl+C പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡർ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റൈൽ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റൈൽസൊക്കെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. പോപ്പിൻസ്. ഓക്കെ, പോപ്പിൻസ് നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ സൈസ് എനിക്ക് വേണ്ടത് ഒരു 18 ആണ് അതിൻ്റെ പിക്സൽ സൈസ് വേണ്ടത്. ഓക്കെ, ഫോൺ വെയിറ്റ് എനിക്ക് വേണ്ടത് ഒരു 800 എക്സ്ട്രാ ബോൾഡാണ് വേണ്ടത്. ഓക്കെ, ലൈൻ ഹൈറ്റ് ഇത്ര മതി. ഓക്കെ, ഞാനിത് സെൻട്രൽ അലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ പാഡിംഗ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് അൺലിങ്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ പാഡിംഗ് എനിക്ക് ലെഫ്റ്റ് പാഡിംഗ് എനിക്കൊരു 500 പിക്സലും അതുപോലെ തന്നെ റൈറ്റ് പാഡിംഗ് എനിക്കൊരു 500 പിക്സലും എനിക്ക് വേണം. ഓക്കെ, ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു 2 സ്റ്റെപ്പായിട്ടുള്ളത് കിട്ടും. നമുക്കിവിടെ നമുക്കിവിടെ നമ്മുടെ ലൈൻ ഹൈറ്റ് നമുക്കിവിടെ കുറയ്ക്കാം. ഓക്കെ, ഇവിടെ സ്റ്റൈലിൽ പോയിട്ട് നമ്മുടെ ലൈൻ ഹൈറ്റ് നമുക്കിവിടെ 0 ആക്കാം. ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ ലൈൻ ഹൈറ്റ് നമുക്കിവിടെ ഒരു 1 കൊടുക്കാം. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എടുക്കാം. ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ നമ്മുടെ സെയിം ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കോപ്പി ചെയ്യാം. Ctrl+C പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൈൽ ടാബിൽ പോവാം. സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പോപ്പിൻസ് എന്ന ഫോണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഫോണ്ട് വെയിറ്റ് എനിക്കൊരു ഫോണ്ട് സൈസ് 16 പിക്സൽ ആക്കണം. നോർമൽ ഫോണ്ടാണ്. ഓക്കെ, നമുക്കിവിടെ ഇതിൻ്റെ ലൈൻ ഹൈറ്റ് നമുക്കൊരു 2 ആക്കാം. മാക്സിമം ഒരു 3 കൊടുക്കാം. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. നമുക്കൊരു 5 കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് വേണം നമുക്കിവിടെ? ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെബ്സൈറ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ബാനറിൽ നമ്മുടെ മെയിനായിട്ടുള്ള ഹെഡിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനും അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കോൾ ടു ആക്ഷൻ ബട്ടണൊക്കെ കൊടുക്കാം. അഥവാ നമ്മുടെ ബട്ടൺ നമുക്കവിടെ കൊടുക്കാം. ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ഒരു ബട്ടൺ അവിടെ കിട്ടും. ഇനി നമുക്കിവിടെ നമ്മുടെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ലേബൽ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ നമുക്കിവിടെ നോ മോർ എന്ന് കൊടുക്കാം. നോ മോർ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് സ്റ്റൈൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നേരത്തെ പോലെ നമ്മുടെ ഹെഡിങ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ചേഞ്ച് ചെയ്ത പോലെ നമ്മുടെ സ്റ്റൈൽസ് നമ്മുടെ ബട്ടൻ്റെ സ്റ്റൈൽ നമുക്കവിടെ ചേഞ്ച് ചെയ്യാം. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനൊരു ഗ്രീൻ കളർ ഒരു ബ്ലൂ കളർ ഇട്ട് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡ്സ് നമുക്ക്
നമ്മുടെ ഓവർലേയും അതുപോലെ തന്നെ നമ്മുടെ ഹെഡിങ്ങും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനും നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ വീണ്ടും അഗൈൻ ഡാഷ് ബോർഡിൽ വരും. അതിന് മുന്നേ നമുക്ക് ഫയൽ നമ്മുടെ സ്ലൈഡ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, അഗൈൻ ഞാൻ ഡാഷ് ബോർഡിൽ വന്നു. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ. അപ്പോൾ പ്രൊജക്റ്റ് ഫോൾഡർ ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സ്ലൈഡ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം നോക്കാം. സെയിം പോലെ തന്നെ നമ്മൾ സെക്കൻഡ് സ്ലൈഡ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ നമുക്കിവിടെ ഓവർലേ കളർ വേണം. നമ്മളിവിടെ ജസ്റ്റ് കളർ സെലക്ട് ചെയ്യുക, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒപ്പാസിറ്റി ഒരു 75% ഒപ്പാസിറ്റി കൊടുക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ എഗെയിൻ നമുക്കിവിടെ ഹെഡർ വേണം, ഒരു ഹെഡിങ് വേണം. ജസ്റ്റ് ഹെഡിങ് സെലക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക് ഇവിടെ ഹെഡിങ് വരും. നമുക്ക് നമ്മുടെ സെയിം ഈ ഹെഡിങ് തന്നെ ഇവിടെ കൊടുക്കാം. ഓക്കെ, Ctrl+C പ്രസ് ചെയ്യാം. ഇവിടെ നമുക്കത് പേസ്റ്റ് ചെയ്യുക, Ctrl+V പേസ്റ്റ് ചെയ്യാം. സ്റ്റൈൽ ടാബിൽ പോവാം. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ ഫോൺസ് നമുക്ക് പോപ്പിൻസ് നമുക്കാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സൈസ് വേണ്ടത് എത്ര? 80 ആണ് നമ്മുടെ ഫോൺ സൈസ്. ഫോൺ വെയിറ്റ് നമുക്കിവിടെ ഒരു 800 എക്സ്ട്രാ ബോൾഡ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലൈൻ ഹൈറ്റ് നമുക്കിവിടെ 1 കൊടുക്കാം. ഓക്കെ, എഗെയിൻ നമുക്കിവിടെ എന്ത് വേണം? നമുക്കിവിടെ താഴെ നമ്മുടെ പാഡിങ് ഇവിടെ അൺലിങ്ക് ചെയ്തിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് പാഡിങ് റൈറ്റ് പാഡിങ് നമുക്കൊരു 500 പിക്സലും അതുപോലെ തന്നെ ലെഫ്റ്റ് പാഡിങ് നമുക്കൊരു 500 പിക്സലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എഡിറ്ററാണ്. ജസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. Ctrl+C, ഇവിടെ നമുക്കത് ഇവിടെ Ctrl+V പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റൈൽ ടാബിൽ പോവാം. ഇനി നമുക്ക് നമ്മുടെ ഫോൺസ് ഫാമിലി നമുക്ക് ചേഞ്ച് ചെയ്യാം, പോപ്പിൻസ്. ഓക്കെ, ഫോൺ സൈസ് 16 പിക്സൽ ആക്കാം. ഓക്കെ, ഇത് സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ ഹൈറ്റ് നമുക്കൊരു 5 കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വേണം? നമുക്കൊരു കോൾ ടു ആക്ഷൻ ബട്ടൺ കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ നോ മോർ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. KNOW നോ മോർ എന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ബട്ടൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്കിവിടെ ബട്ടൻ്റെ ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ബട്ടൻ്റെ ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അഗൈൻ ഞാൻ ബട്ടൻ്റെ സ്റ്റൈലിലേക്ക് വരാം. നമുക്കിവിടെ നമുക്ക് ഇതിൻ്റെ ബട്ടൻ്റെ പോപ്പിൻസ് ആക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എന്ത് വേണം? വീണ്ടും നമുക്ക് അഗൈൻ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലൈഡർ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, സെക്കൻഡ് സ്ലൈഡർ ഇൻ്റഗ്രേറ്റ് ചെയ്തു, അതുപോലെ തന്നെ തേർഡ് സ്ലൈഡർ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതിലെ ഹെഡറും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ ബട്ടണും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, സോ അഗെയിൻ ഞാനിവിടെ നമ്മൾ സ്മാർട്ട് സ്ലൈഡറിലേക്ക് വരാം. ഞാൻ ഡാഷ് ബോർഡിൽ പോവും. ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. നമ്മുടെ ഒന്നും കൂടി നമുക്കത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് കൺട്രോൾസിൽ നമുക്കിവിടെ വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ബുള്ളറ്റ്സ് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം. ജസ്റ്റ് ഞാൻ ഇവിടെ ബുള്ളറ്റ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് സേവ് കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കണ്ട നമുക്കിവിടെ ബുള്ളറ്റ് നമുക്കിവിടെ വിസിബിൾ ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ബുള്ളറ്റ് ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ ആരോ മാത്രം നമുക്ക് എനേബിൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെ ഒരു സ്ലൈഡർ ബാനർ പ്ലഗിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസുകൾ നമുക്ക് unsplash.com അല്ലെങ്കിൽ നമുക്ക് pixbay.com അല്ലെങ്കിൽ pexels.com ഈ 3 വെബ്സൈറ്റുകൾ പോയാൽ നമുക്ക് നമ്മുടെ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇമേജസ് നമുക്ക് ലഭ്യമാണ്. ഓക്കെ, സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ അതോടൊപ്പം താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.